ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ താത്താടെ വീട് വാർക്കലാണ് കേട്ടോ. അപ്പോൾ അവളെ വീടിൻ്റെ വിശേഷങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളും വീട് വാർക്കലിൻ്റേതായ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം വീഡിയോസ് എടുക്കാൻ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ആ തിരക്കൊക്കെ ഒന്ന് ഒഴുങ്ങിയ ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നത്. പിന്നെ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ദം റൈസും അതുപോലെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടയും ബീഫ് കറി ആയിരുന്നു. പിന്നെ വെറും ചോറിക്ക് മീൻ കറി ഉണ്ടായിരുന്നു, പച്ചക്കറി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പപ്പടം, ഇഞ്ചും പുളി, മോര് കാച്ചിയത്, മീൻ പൊരിച്ചത്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മുന്താസ്ത എന്ന് പറഞ്ഞാൽ അളിയൻ്റെ മുത്തുമാടെ മോള്, സൂറമ്മൊക്കെ ഞങ്ങളിട്ട് നല്ല അടുപ്പിട്ടു. സുലുമ്മാടെ താത്തയെന്ന് പറയുമ്പോൾ പക്ഷെ ഞങ്ങളൊക്കെ നല്ല സ്നേഹം, നല്ല അടുപ്പാണ് കേട്ടോ. ഞങ്ങൾ നീർച്ചക്കൊക്കെ ഒരുമിച്ച് വന്ന് നിന്നിട്ടും ഞാൻ നീർച്ചക്കൊക്കെ ഇവിടെ താത്ത കെട്ടി വന്ന് നിൽക്കാറുണ്ട്. പിന്നെ അങ്ങനെ നല്ല അടുപ്പായിട്ട് ഞങ്ങൾ എല്ലാവരും. പിന്നെ ഈ ഒരു വീട് പാർക്കലിന് ഒരാളെ കുറവുണ്ടായിരുന്നു. അതാരെന്ന് വെച്ചാൽ സെലീമിക്ക. മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. സെലീമിക്കൊക്കെ നല്ല ആക്റ്റീവാണ്, എന്താ പറയുക, തമാശ പറയാനൊക്കെ കളിക്കാനായാലും നല്ല രസമാണ് സെലീമിക്ക. അപ്പോൾ ആ ഒരു കുറവുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു കുറവിന് ഇക്കുണ്ട് നാട്ടിൽ, അളിയൻ്റെ ഇക്ക നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കുണ്ട് നാട്ടിൽ, ബാബി എല്ലാവരും ഉണ്ട് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായി വീഡിയോ എടുക്കുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാട്ടും കുട്ടികളുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളുടേതായ ഒരു സന്തോഷം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ രാത്രി എനിക്ക് രാവിലത്തെ വീഡിയോസ് ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരണതായിരിക്കും കേട്ടോ. വീടിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. വീട് എങ്ങനത്തെ വീടാണ്, ഉള്ള എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഫുൾ വീഡിയോ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പം ഞങ്ങൾ എന്താ പറയുക, എൻ്റെ വീട്ടിലത്തോരും അതുപോലെ അളിയൻ്റെ വീട്ടിലത്തോരും ആണുള്ളത്. ഇക്ക, ബാബി, കുഞ്ഞ, ഉമ്മ, അതുപോലെ താത്ത, അതുപോലെ എന്താ പറയുക സൂറമ്മ എന്നൊക്കെ പറയുന്നത് സുലുമ്മയുടെ താത്തയാണ് സൂറമ്മ. ഞങ്ങൾ നല്ല കമ്പനിയാണ് കേട്ടോ. അതുപോലെ മുന്താസ്ത, ഞങ്ങൾ താത്ത എന്നാണ് വിളിക്കുക. താത്ത എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ മാമി, ഞങ്ങൾ അവരുടെ ഫാമിലി, ഞങ്ങളൊരു ഫാമിലി തന്നെ, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും എന്താ പറയുക, ഒരു ചെറിയ കോഡൊക്കെ വെച്ചിട്ടായിരുന്നു രാത്രി ഞങ്ങൾക്ക് ഫുഡ് എന്താ വെച്ചാൽ അതിന് മുമ്പായിട്ട് രാത്രി അത് ഫുഡിൻ്റെ ഇതൊക്കെ പറയാം കേട്ടോ. എന്താ പറയുക, നല്ല ചിക്കൻ കറി ഉണ്ട്, അതുപോലെ പൊറോട്ടയും ചിക്കൻ കറിയും, പിന്നെ ചോറ് കഴിക്കുന്നവർക്ക് നമ്മുടെ ഉച്ചക്കുണ്ടായിരുന്ന കറി തന്നെ, ഇഞ്ചും പുളി, ഉപ്പേരി, സാമ്പാർ, മീൻ കറി, മീൻ പൊരിച്ചത്, അങ്ങനെ ഉള്ള ഐറ്റംസാണ് നമുക്ക് രാത്രികൾക്കുള്ളത്. പിന്നെ ചിക്കൻ കറി ഉണ്ട്, നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ്. പിന്നെ ഉച്ചക്കലത്തേൻ്റെ ബാക്കിയുണ്ട് കേട്ടോ, ബീഫ് കറിയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കും. മോര് കറി കാച്ചിയതൊക്കെ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അവിടെ മൗലൂദും കുത്തുബെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. മൗലൂദിൻ്റെ സമയത്ത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചീർണിയൊക്കെ സെറ്റാക്കി വെക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ അപ്പത്തിനും ചോറും കറിയൊക്കെ ഫുഡൊക്കെ ഒന്ന് ചൂടാക്കിയാണ്. അപ്പോൾ കുഞ്ഞൊക്കെ ഭയങ്കര പണിയിലാട്ടോ. ജുമ്നയും കുഞ്ഞയും സൽമത്താത്തയും ഞാനും പിന്നെ അനീഷ ബാബിയൊക്കെ ഉണ്ട് കേട്ടോ. ബാബിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ബാബിയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ എല്ലാവരും ഗ്രീനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ, അനീഷ ബാബി, സൽമത്താത്ത, കുഞ്ഞ, ജുംന, പിന്നെ എൻ്റെ ബാബി, റംസി ബാബി, ഞങ്ങൾ എല്ലാവരും ഗ്രീനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കിച്ചണിലൊക്കെ വർത്തമാനം പറയുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. കിച്ചണിൽ പണിയെടുക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി വർത്തമാനം പറയുന്നത് ഭയങ്കര കളിയും ചുരൊക്കെ ആയിട്ട് ഒരു രസമല്ലേ.
ഫുഡ് വിളമ്പുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചീറിനെയും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഫുഡും ചീറിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ നേരെ ഫുഡ് കഴിക്കാനിരിക്കുമല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഫുഡും ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി, ദം റൈസ്, പൊറോട്ട, വെറും ചോറ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. ഇതാരാന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ഇക്കയാണ് കേട്ടോ, മൂത്തിക്ക. ആളെ പേര് സക്കീർ എന്നാണ്. ഈ കാണുന്ന പോലെ എന്നിട്ട് ആൾ നല്ലൊരു ഗായകനാണ് കേട്ടോ, നന്നായി പാട്ട് പാടും. പിന്നെ അത് ആളെ മോനാണ് കേട്ടോ. ഇന്ന് ഇവർ രണ്ടുപേരും ബർത്ത്ഡേ കേട്ടോ, ഉപ്പാടെ മോൻ്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇക്കടെ പാട്ടും അതുപോലെ തന്നെ ഇവരെ ബർത്ത്ഡേ സെലിബ്രേഷനും ഡാൻസും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എന്തായാലും സ്കിപ്പ് ചെയ്ത് തന്നെ ഒന്ന് കാണണേ. അങ്ങനെ ഇത് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിയാനായിട്ടത് സെക്കൻഡ് ട്രിപ്പാണ്. അളിയനും അതുപോലെ നിയാസ്കയും ഇക്കയും അതുപോലെ എന്താ പറയുക ഈ ഇച്ചു ഇരിക്കുന്ന ഒരു ഗ്രീൻ ടീഷർട്ടാണ് ഇച്ചു, കുഞ്ഞാടെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. അവനുണ്ട്, അതുപോലെ അനുണ്ട്, അൻസ് എന്ന് പറഞ്ഞില്ലേ ബർത്ത്ഡേ ബോയ് എന്ന് പറഞ്ഞില്ലേ, മോനും കൂടി ബർത്ത്ഡേ ഉണ്ടെന്ന് അല്ല ഒരാളാണ് കേട്ടോ അത്. അപ്പോൾ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ സെക്കൻഡ് ട്രിപ്പ് എല്ലാവരും ഇരുന്ന്. ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ഇനി അടുത്ത് ഞങ്ങളാണ് കേട്ടോ, ഞങ്ങൾ ലാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ താത്താട് വീട്. അവളെ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. അവൾ വീടിൻ്റെ ഉള്ളെല്ലാം കാണിച്ചിട്ട് പിന്നെ നമ്മുടെ ആദ്യമ ബൈക്കുമ്പോൾ കയറിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് കുടിക്കാൻ പോകണം എന്നിട്ടാണ് മൂപ്പരാൾ ഇരിക്കുന്നത്. കാരണം ഇക്ക പാർക്കലിൻ്റെ തലേദിവസം ഇക്ക രാത്രി ഇതുപോലെ വന്നപ്പോൾ മൂപ്പരാൾ വാപ്പയും മോനും കൂടി മൊജിറ്റോ കുടിക്കാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ജ്യൂസ് കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കണം. നമ്മൾ എല്ലാം മോള് ഇക്കാനൊക്കെ അടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഫ്രണ്ടിലുണ്ട് കേട്ടോ. ആരാ പറയുക, അളിയനുണ്ട്, ജാബിക്കുണ്ട്, ജാസിക്കുണ്ട്, ബാബിയുണ്ട്, ഞങ്ങളുണ്ട്. എല്ലാവരും ഫ്രണ്ടിൽ നിന്നിട്ട് വർത്താനം പറയണം കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് നല്ല പാട്ടൊക്കെ കേൾക്കണത് കേട്ടോ. നമ്മുടെ അതിലൂൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇക്കാടെ പാട്ട് എന്തായാലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, മൈക്കും സെറ്റൊക്കെ കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അതിലൂൻ്റെ പാട്ടാണ് കേൾക്കണത്. പിന്നെ ഇതേ നമ്മുടെ കുട്ടിൽസിൻ്റെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം മിക്കാനായിട്ട് ഫ്രണ്ടിലാണത്. ഇവിടെ ഇക്കയും കുട്ടികളെല്ലാവരും കൂടി നല്ല ഡാൻസിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇതിലൊരാളെ കുറവുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞത് എനിക്കല്ല, അതിൽ സലീംക്കാട് ഒരു കുറവുണ്ട് കേട്ടോ. സലീംക്കാട് ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. കാരണം ആളും ഈ വക എന്താ പറയുക ഡാൻസ് കളിക്കാനും പാട്ട് കളിക്കാനും എല്ലാ പാട്ടിനും ഡാൻസിനും വർത്തമാനം എല്ലാത്തിനും ആളും സൂപ്പറാണ് കേട്ടോ. ആള് പട്ടയാൾ നേർച്ച കഴിഞ്ഞ് ആളങ്ങനെ പോയി, പാർക്കലൊന്നും ഉണ്ടായില്ല.
കളിക്ക് ഞാൻ എടുക്കാം. അങ്ങനെ നമ്മുടെ കുട്ടീസിന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ ഇക്കാടെ പാട്ടൊക്കെ കേട്ടോ. അടിപൊളി പാട്ടാണ്, ഫുള്ളൊന്ന് കേട്ടിട്ട് വരാം. ഇക്കാടെ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? അടിപൊളി സോങ് അല്ലേ? ആളെ വോയിസൊക്കെ അടിപൊളിയാണ്. എനിക്കൊരു നല്ല ഇഷ്ടമാണ് കേട്ടോ ആളെ വോയിസൊക്കെ. നല്ല രസമല്ലേ കേൾക്കാൻ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. എന്താ പറയുക, ആൾ അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ആൾ പാട്ട് പാടുന്ന ഒരാളാണെന്നുള്ളത്. അങ്ങനെ ഞാൻ പണ്ടുണ്ടായിരുന്നില്ല, ഒരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടെന്നുള്ളത്. ഇന്ന് ഇവരെ ബർത്ത്ഡേ ഉണ്ട്. ഒരു ഉപ്പാടെയും മോൻ്റെയും ബർത്ത്ഡേ ആണ്, ഇക്കാടെയും അനുവിൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ. പിന്നെ ഇതാണ് അനീഷ ഭാബി. പിന്നെ അവരുടെ അടുത്ത് നിൽക്കുന്നതാണ് മുത്തോന്, അവർ രണ്ടാമത്തെ മോന്. അപ്പോൾ രണ്ടുപേരും ബർത്ത്ഡേ ഒരൊറ്റ ദിവസമായതുകൊണ്ട് എന്തായാലും കേക്ക് മുറിക്കാണ്ട് നമ്മൾ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തായാലും കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കേക്ക് ഷെയർ ചെയ്തു. അങ്ങനെ നമ്മുടെ കുഞ്ഞാനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ചങ്കാണ്. എന്താ പറയുക, കുഞ്ഞാനെ ഞാൻ 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചെന്ന് പറയാം. അൽഹംദുലില്ലാ റാഹത്തായി. അങ്ങനെ എന്താ പറയുക, കേക്ക് കട്ടിങ്ങും പാട്ടും ഡാൻസും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു. അടിപൊളിയായി. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ബർത്ത്ഡേക്ക് ഒരു കാര്യമുണ്ട്. ഇവർ കേക്ക് മുറിച്ച് ഡേറ്റ് മാറിപ്പോയി. 7-ാം തീയതി ആയിരുന്നു നമ്മുടെ വീട് വാർക്കിൽ. പിന്നെ അത് മാത്രമല്ല ഇവർ ബർത്ത്ഡേയും 7-ാം തീയതി ആയിരുന്നു. പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ഡേറ്റ് സമയം 12:30 ആയിട്ടോ, 12:15 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 7-ാം തീയതി എന്നുള്ള 8-ാം തീയതി ആയല്ലോ. അപ്പോൾ ഞങ്ങളതവിടെ പറയുകയും ചെയ്തു കേട്ടോ, ബർത്ത്ഡേ ഡേറ്റൊക്കെ മാറിപ്പോയിട്ടാണ് ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്ത്. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കായിരുന്നു. ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. കേക്ക് മുറിച്ചിട്ട് പോവാം, കേക്ക് കട്ടിങ് ആയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് പിന്നെ ലാസ്റ്റ് വിടാണ്ടായി. കുഞ്ഞയും ജുമ്ന എല്ലാവരും നിൽക്കുക എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നിൽക്കാൻ വരുമ്പോൾ 2 മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു ഇതിലിട്ട് വരണം. പക്ഷെ നമ്മൾ നാളെ രാവിലെ വരാമല്ലോ, ഇക്ക ലീവാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് നാളെ രാവിലെയും വരാമല്ലോ എന്നിട്ട് ഞാൻ അവിടെ ടാറ്റാ ബൈ പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.